ഇന്നത്തെ മത്സരത്തിന് ശേഷം നമ്മൾ TG പുരുഷോത്തം പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക്, അതായത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്ന സന്തോഷത്തിൽ 500 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ കോച്ച് TG പുരുഷോത്തമനോട് പോൾ മീസ്ഫീൽഡ് കമൻറ്റിട്ട് പോൾ മീസ്ഫീൽഡ് ചോദിച്ചു എങ്ങനെയാണ്, അതായത് എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? ആ ഒരു 10 പേരായിട്ട് ചുരുങ്ങിയതിന് ശേഷം കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിരുന്നു, അതായത് അവർക്ക് പൊസിഷൻ കൊടുത്ത് വല്ലപ്പോഴും ബോൾ കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാണ്ടൊക്കെ അതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന്. കാരണം 10 പേനായിട്ട് ചുരുങ്ങിയിട്ട് എന്താ പറയുക, കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് വളരെ മികച്ച രീതിയിലൊരു ടീം വർക്കോടെ ഞങ്ങൾ നേടിയെടുത്തു. ഇതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് ഇനിയും കളിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് നമ്മുടെ പുരുഷോത്തമൻ കോച്ച് പറയുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് മികച്ച പെർഫോമൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ആ ഒരു റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ ഐവൻ എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല. പുള്ളിക്ക് കളിക്കണ്ടേ, ചുമ്മാ സാലറി മേടിച്ചിരുന്നാൽ മതി. പിന്നെ എന്താ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു സംഭവമായിരുന്നു. ചുമ്മാ ഒന്ന് തലക്കിട്ടടിക്കുക, അറിയാം റെഡ് കാർഡ് കിട്ടുമെന്ന്, പിന്നെയും പോയി തലക്കിട്ടടിച്ച് വല്ല കാര്യമാണ്. ഇതൊക്കെ ആരോട് പറയാം, ആര് കേൾക്കും? ഇന്നൊരു 3 പോയിൻറ്റ് ചിലപ്പോൾ കിട്ടിപ്പോയതിനെ വരും. നമ്മൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു, അവിടാണ് കൊണ്ട് ഈ കോപ്രായം കാണിച്ചത്, മണ്ടൻ്റെ കൂട്ട്. ഇതൊക്കെ അറിയാം, കറക്റ്റ് അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വല്ലാത്ത പരിപാടിയാണ് പുള്ളി കാണിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ പുരുഷോത്തമൻ പറഞ്ഞ കാര്യമാണ് മെയിനായിട്ട് നോക്കിയത്. സോ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ലൈക്കിൻ്റെ കാര്യം മറക്കണ്ടായാലും. സോ അടുത്ത വീഡിയോ